നമസ്കാരം, ഞാൻ അഖില കൃഷ്ണ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, നായർസ് ഹോസ്പിറ്റൽ, കൊച്ചി. നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ നിരക്ക് നമ്മളെ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. 2019 230-ലധികം കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പഠന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് എന്നുണ്ടെങ്കിൽ 2024 എത്തി നിൽക്കുന്ന സമയത്ത് ഒരു വർഷം 400-ലധികം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, പരീക്ഷയിൽ വരുന്ന തോൽവി, പഠന സമ്മർദ്ദം, ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ബുള്ളിങ്, റാഗിങ്, ബ്രേക്കപ്പ്, ഇന്റർനെറ്റ് അഡിക്ഷൻ, ഗെയിമിംഗ് അഡിക്ഷൻ, മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗം, ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും കുട്ടികളിലേക്ക് മാനസിക ആരോഗ്യം വളരെ മോശമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആൻസൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള പലതും കുട്ടികളുടെ ഇടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടി പതിവിലും വിപരീതമായിട്ട് മുഖത്ത് അമിതമായിട്ടുള്ള ഒരു സങ്കടം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് ഇരുന്ന് കാരണമില്ലാതെ കരയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതൊക്കെ നോട്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കുട്ടികളുടെ മാർക്കിൽ വേരിയേഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കുന്നതിലോ ഉറക്കത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിരുത്തി സംസാരിക്കാനും അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള സൈക്കോ തെറപ്പീസ് പ്രൊവൈഡ് ചെയ്ത് കുട്ടികളുടെ ഇമോഷണൽ റെഗുലേഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെയും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ മടിക്കേണ്ട ഒരാവശ്യമില്ല. താങ്ക് യു.